ഇന്നത്തെ റെസിപ്പി പനീർ ഫ്രൈഡ് റൈസ് ആണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ലഞ്ച് ബോക്സിൽ എടുത്തിട്ട് പോകാനും പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ ഇതുപോലൊരു കോളിഫ്ലവർ മഞ്ചൂരിയൻ കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. പ്രത്യേകിച്ചും പ്യുവർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഈ കോളിഫ്ലവർ മഞ്ചൂരിയൻ്റെ റെസിപ്പി ഇതിന് തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി വേറൊരു ബൗളിൽ 1/2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, നമ്മൾ വീട്ടിലെ പൊടിച്ചെടുത്ത ഗരം മസാല, ഒരു 1/2 സ്പൂണിനടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പനീറിന് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അല്പാൽപ്പം വെള്ളം ചേർത്തുകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം. മീനിനൊക്കെ മസാല ചേർക്കില്ലേ, ആ ഒരളവിൽ. മുളക് പൊടി ഈ ഒരളവിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലോട്ട് പനീർ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസിൽ ഈ പനീർ ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഞാൻ പുറകെ പറഞ്ഞു തരാം എന്ത് ചെയ്യണമെന്ന്. ഇപ്പോൾ ഈ സമയത്ത്, അതായത് ഈ മസാല പറ്റുന്ന സമയത്ത് ഇതുപോലെ ക്യൂബ്സ് ആക്കി ചേർക്കുക. ഇനി ഇതൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നേരത്തേനൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് എണ്ണ ഒഴിക്കുക. നോൺ സ്റ്റിക്ക് പാൻ പരന്നത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തീയെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ മസാലയൊക്കെ ഒരു സൈഡൊന്ന് നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിടുക. തീരെ ചെറിയ കഷ്ണങ്ങളാക്കി പനീർ കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ തിരിച്ച് മറിച്ചിടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് 2 സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് സൈഡിലോട്ടൊന്ന് വടിച്ചിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഈ എണ്ണ ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിളൊക്കെ വഴറ്റുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി 1 കപ്പ് ബസുമതി റൈസ് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചാണ്. ഒത്തിരി കുഴയാതെ വേവിച്ചെടുക്കണം. നന്നായിട്ട് ആറിയിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കടായി വെച്ചിട്ടുണ്ട്. ആ പനീറിൻ്റെ ബാക്കി എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ വേറെ എണ്ണ ഒഴിക്കാം. തീയെ നല്ലവണ്ണം കൂട്ടി വെച്ചുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഇളക്കിയെടുക്കുക. ഇനി 1 സ്പൂണ് വെളുത്തുള്ളി കൊത്തിയരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂണിനടുത്തായിട്ട് ഇഞ്ചി കൊത്തിയരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കൂടെ ചേർക്കുക. ഇനി ആ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി വരും, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് കൂടിയല്ലേ കിടക്കുന്നത്, അപ്പോൾ ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ മൂത്ത് വന്നോളും. എന്നിട്ട് വെളുത്തുള്ളി കരിഞ്ഞും പോകരുത്. പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പോളം സവാള ചേർക്കുക. സവാളയെ അതുപോലെ ഒരു 15-20 സെക്കൻഡ് നേരത്തേനൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി വഴന്ന് വരണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. സവാളയായിട്ടുണ്ട്. ഇനി ഇതിൽ ക്യാരറ്റ് ചേർക്കാം. ഞാൻ ഗ്രേറ്റ് ചെയ്തല്ല ചേർക്കുന്നത്, നീളത്തിൽ കട്ട് ചെയ്താണ് ചേർക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ ക്യാരറ്റ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴന്ന് വരണ്ട, ഒന്ന് ക്രഞ്ചി ടേസ്റ്റ് നിൽക്കണം. ഇതായിട്ടുണ്ട്. ഇതിന് കുറച്ച് സെക്കൻഡ് മാത്രം മതി. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ക്യാപ്സിക്കമാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ട അളവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അളവൊന്നും എടുത്ത് പറയുന്നില്ല. കാബേജും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ആ ക്യാപ്സിക്കം കാബേജും ഒന്നും ഓവറായിട്ട് വെന്ത് പോകരുത്, അതും ക്രഞ്ചി ടേസ്റ്റ് തന്നെ നിൽക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വെജിറ്റബിളും ബാക്കിയുള്ള ഐറ്റം എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം ഇത് ഹൈ ഫ്ലെയിമിലിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പെട്ടെന്ന് ചെയ്ത് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ആദ്യമേ ചേർത്ത ഗരം മസാലയുണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം പൊടിച്ചു, അതിൻ്റെ പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ വീട്ടിലെ ചെയ്തെടുക്കുമ്പോൾ. അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം റൈസ് ചേർക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. 1 ടീസ്പൂൺ ഇത് ഡാർക്ക് സോയ സോസാണ്. ഡാർക്കോ ലൈറ്റോ ചേർക്കാം. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ ഒരല്പം കൂടി കൂടുതലായിട്ട് ഒഴിക്കുക. സോസിനൊക്കെ ഉപ്പുള്ളതല്ലേ, നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഒരു 1/4 സ്പൂണോളം പഞ്ചസാരയോടെ ചേർത്തിളക്കുക. പഞ്ചസാര ചേർക്കണം നിർബന്ധമില്ല, പക്ഷേ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ നല്ലതാണ്. സ്പ്രിംഗ് ഒനിയൻ ഉള്ളിത്തണ്ടാണ് ചേർത്തത്, അതുകൂടി ചേർത്തിളക്കാം.
റൈസ് ഇതിൽ ചേർക്കുമ്പോൾ നല്ലവണ്ണം തണുത്തതായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇല്ല ഈ ഇളക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. കുറച്ച് മല്ലിയില ഇവിടെ ചേർക്കുക. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർക്കാം. പനീർ ചേർത്തതിന് ശേഷം സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒത്തിരി നേരം ഒന്നും വേണ്ട, കുറച്ച് സെക്കൻഡ് ഇങ്ങനെ ഒന്ന് അനക്കാതിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയേ. നമ്മൾ ഓരോ സ്പൂൺ കഴിക്കുമ്പോഴും അതിനകത്ത് പനീർ വരണമെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തല്ലേ പറ്റും. അപ്പം അതിന് ഞാനൊരു ഐഡിയ പറയാമെന്ന് പറഞ്ഞില്ലേ. അതായത് മസാല ചേർത്ത് വറുത്തെടുത്തതിന് ശേഷം നല്ലവണ്ണം തണുത്ത് നല്ല മൂർച്ചയുള്ള കത്തി വെച്ച് 2 3 പീസാക്കി എടുക്കുക. അല്ലാതെ ചെറിയ പീസാക്കി ആ മസാലയിലിട്ട് പുരട്ടുന്ന സമയത്ത് പൊടിഞ്ഞു പോവും. വറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും, അതിൻ്റെ ഷേപ്പ് അങ്ങ് മാറും. അല്ലെങ്കിൽ തന്നെ നമുക്ക് വറക്കുന്ന സമയത്ത് തിരിച്ചു മറിച്ച് വിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമാണ് ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ വലിയ പീസാക്കി ഇട്ടിട്ട് വറുത്തിട്ട് പീസാക്കുന്നതാണ് ഏറ്റവും നല്ല ഐഡിയ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.